അങ്ങനെ നമ്മുടെ ഷെറിൻ ടോണിയെ കാണുമ്പോൾ വലിയ സന്തോഷമാവുന്നുണ്ട്. അവൻ വേഗം കെട്ടിയൊക്കെ പിടിക്കുന്നുണ്ട്. എന്നിട്ട് അപ്പം നമ്മുടെ ടോണി പറയുന്നുണ്ട് വേഗം പുറപ്പെടും നമുക്ക് പോവാമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഷെറിനാണെങ്കിൽ വലിയ സന്തോഷത്തിൽ വേഗം പുറപ്പെടുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഇടത്തേമ്മ വന്ന് ചോദിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് ഞാൻ ടോണിച്ചൻ്റെ ഒപ്പം പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സന്തോഷത്തിൽ പുറപ്പെടുന്നുണ്ട്. അപ്പോഴേക്കാണ് നമ്മുടെ ഷെറിൻ്റെ അപ്പച്ചൻ വരുന്നത്. അച്ഛനും ഏട്ടന്മാരൊക്കെ വരുന്നുണ്ട്. ഏട്ടന്മാരൊക്കെ വന്നിട്ട് നമ്മുടെ ഇവിടുത്തെ ഏട്ടൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ എറണാകുളത്ത് നിന്ന് ആൾക്കാർ വന്നിട്ടുള്ളത് ഷെറിൻ്റെ കുട്ടീനെ അന്വേഷിച്ചിട്ടാണ്. അവർക്കിപ്പോൾ കുട്ടി എവിടെ നിന്ന് അറിയണം എന്നൊക്കെ പറയുന്നുണ്ട്. അതാണ് ഇപ്പോൾ ടോണിയുടെ വരവിൻ്റെ ഉദ്ദേശം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ടോണിയോട് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ടോണിച്ചൻ പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ ആ കുട്ടീനെ എന്താ ചെയ്തു, കാശിന് വേണ്ടി വിറ്റ് കളഞ്ഞോ അതോ കൊന്നു കളഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുന്നുണ്ട് നമ്മുടെ ഷെറിനാണെങ്കിൽ ഇത് കേൾക്കുമ്പോൾ കുട്ടിയെക്കുറിച്ച് കേൾക്കുമ്പോൾ വലിയ സങ്കടമായിട്ട് വാതിലൊക്കെ അടച്ച് അവൾ എങ്ങോട്ടും ഇല്ല എന്ന് പറഞ്ഞ് വാതിലടച്ച് പൊട്ടിക്കരയുന്നുണ്ട്. ടോണിക്കാണെങ്കിൽ ഇത് കാണുമ്പോൾ വലിയ സങ്കടമായിട്ട് ടോണി ഷെറിനില്ലാതെ മടങ്ങുന്നുണ്ട്. പിന്നെ കാണിക്കണം നമ്മുടെ വൈജോട് നമ്മുടെ കൃഷ്ണമോളും ഭവിതി അലീനയൊക്കെ വന്ന് സംസാരിക്കാൻ വരുന്നുണ്ട്. എന്നിട്ട് പറയേണ്ട അമ്മയെ നമുക്ക് മടങ്ങല്ലേ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് വൈജ പറയുന്നുണ്ട് അലീന പോവാതെ ഞാൻ വരില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അലീന പറയുന്നുണ്ട് ഞാൻ 4-5 ദിവസം കഴിഞ്ഞാൽ ഏറി അത്രയും നിൽക്കുള്ളൂ, അത് കഴിഞ്ഞാൽ ഞാൻ മടങ്ങിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് വൈജ പറയുന്നുണ്ട് നിൻ്റെ വാക്ക് എനിക്ക് ഒരിക്കലും വിശ്വാസമില്ല, നിന്നെ ഞാൻ കുറേ വിശ്വസിച്ചത് ഇനി ഞാൻ എന്നെ ഒരിക്കലും വിശ്വസിക്കില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ അലീന പറയുന്നുണ്ട് നമ്മുടെ ദേഹത്ത് എന്തെങ്കിലും ഒരു മുറിവ് പറ്റുക അത് മാറ്റാനുള്ള മരുന്ന് നമ്മുടെ കയ്യിലുണ്ടാവും, പക്ഷേ നമ്മളെ വാക്കുകളുണ്ടായ മുറിവ് കൊണ്ട് ഒരിക്കലും നമുക്ക് മാറ്റാൻ പറ്റില്ല, കാരണം അത് മുറിവായിട്ട് തന്നെ കിടക്കും, അതിനുള്ള മരുന്നില്ല എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ വൈജ ഒന്നും മിണ്ടില്ല. വൈജ പറയുന്നുണ്ട് ഞാൻ എന്തായാലും നീ പോയാലേന്ന് ഞാൻ അങ്ങോട്ട് വരുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കും.